ദൃശ്യം 3 എന്ന സിനിമ ഒരു മോശം സിനിമ എന്ന രീതിയിലല്ല, മോശം ഒരു അവസ്ഥയിലേക്ക് ആ സിനിമയെ കൊണ്ടുപോയ സാഹചര്യങ്ങളെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ദൃശ്യം 3യുടെ ആവശ്യം ഈ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ ആകെക്കൂടെ എടുത്തു പറയാൻ മോഹൻലാൽ എന്ന മഹാനായ നടൻ്റെ വ്യത്യസ്തമായ മാനറിസങ്ങളും ഭാവ വ്യത്യാസങ്ങളും കൊണ്ട് നിറഞ്ഞാടിയ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബ്രില്യൻ ഡയറക്ടർ, അതിബുദ്ധിമാൻ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഡയറക്ടർ. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ അതിബുദ്ധി ആവർത്തിക്കുമ്പോൾ അവിടെ മന്ദബുദ്ധിയായി പോകുന്നുണ്ടോ ജിത്തു ജോസഫ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം സിനിമ തിയേറ്ററിലേക്ക് കയറിയ എല്ലാ ആളുകളും ഈ സിനിമ 3-ാം ഭാഗം കാണാനെത്തിയത് വരുൺ പ്രഭാകറിൻ്റെ ബോഡി എവിടെ എങ്ങനെ മറവ് ചെയ്തു എന്തു ചെയ്യുന്നൊരു ആകാംക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തെ ആ സിനിമയ്ക്ക് യാതൊരുവിധ വാല്യൂ ഇല്ല. അവിടെയാണ് ഈ സിനിമ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്. ചിലയിടങ്ങളിൽ ലോജിക്കില്ലാത്ത, സിനിമയായിട്ട് ബന്ധമില്ലാത്ത ചില രംഗങ്ങളൊക്കെ വരുന്നു, ചില സംഭാഷണങ്ങൾ വരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നെയും സഹിച്ചിരിക്കുന്നത് വരുൺ പ്രഭാകറിൻ്റെ തിരോധാനം അതെങ്ങനെ ഉണ്ടായി എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ. അപ്പോൾ ഈ ആകാംക്ഷ നിലനിർത്തുന്ന കാര്യത്തിൽ ഇൻ്റർവെൽ വരെ പരാജയപ്പെട്ട സിനിമ ഇൻ്റർവെല്ലിന് ശേഷം അതിഗംഭീരമായ നിലയിൽ ആകാംക്ഷ നിലനിർത്തുന്ന രംഗങ്ങൾ തരുമ്പോഴും ഈ മെല്ലെ പോക്ക് സീരിയൽ നിലവാരത്തിലേക്ക് സിനിമ ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന റിവ്യൂവിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാകാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സിനിമ ആകെക്കൂടെ ക്ലൈമാക്സ് രംഗത്തെ ആ ഒരു 10-20 മിനിറ്റ് മാത്രം വളരെ ഗംഭീരം, കൈയടിക്കാൻ തോന്നി. അതുവരെ ഉണർവില്ലാതെ ഉന്മേഷമില്ലാതെ വൈറ്റമിൻ ഡി കുറഞ്ഞ ആളുകളെപ്പോലെ ഇരുന്ന പലരും ക്ലൈമാക്സിനോടടുത്തപ്പോൾ ചില രംഗങ്ങളിൽ മോഹൻലാലിൻ്റെ ഡയലോഗും ആ ഒരു അഭിനയ പ്രതിഭയും ഉണർന്നപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് കൈയടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ രംഗങ്ങളിലേക്ക് എത്താൻ നമ്മൾ കൃത്യമായി 2 മണിക്കൂർ പിന്നിടേണ്ടി വരും, വലിയൊരു വിചാരണ തടവുകാരനെ പോലെ. അതിനുശേഷമേ നമ്മൾ ആ ഒരു 10-20 മിനിറ്റിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. പക്ഷെ ആ 20 മിനിറ്റ് എല്ലാം കൂടി ചേർന്നാൽ ഒരു അരമണിക്കൂറിന് നല്ല ഒരു കഥ എഴുതിയ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ കാണിക്കുവാൻ വേണ്ടി 2.5 മണിക്കൂർ നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതായിരുന്നു ജിത്തു ജോസഫിൻ്റെ മനസ്സിൽ എങ്കിൽ ദൃശ്യം 1-ാം ഭാഗത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ, 3-ാം ഭാഗത്തിന് ആവശ്യമായ കുറച്ച് ഭാഗങ്ങൾ, ദൃശ്യം 2-ാം ഭാഗത്തിൽ നിന്നും അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളടക്കം കൂടിയ ചില ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു 2 മണിക്കൂറും നിങ്ങൾ ഈ ദൃശ്യം 3 സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല നിമിഷങ്ങളടങ്ങിയ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ആ ഒരു അരമണിക്കൂറും കൂടി ചേർത്തിട്ട് ഒരു സിനിമ രൂപത്തിൽ നിങ്ങൾ പെട്ടിയിലാക്കി സിനിമ തിയേറ്ററിലേക്ക് അത് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മലയാളം കണ്ട മറ്റൊരു മെഗാ സിനിമയായിട്ട് ദൃശ്യം 3 മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. കാരണം എന്താ, ഈ ഒരു അരമണിക്കൂർ രംഗം കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ സിനിമ എടുത്തതെന്ന് ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഒരാളിൽ നിന്ന് ഈ സീരിയൽ നിലവാരത്തിലേക്ക് ഈ ചിത്രത്തെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ റിവ്യൂ, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. എൻ്റെ റിവ്യൂവിൽ സിനിമ മോശം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവസാനത്തെ ആ രംഗങ്ങളൊക്കെ ഗംഭീരം തന്നെ. പക്ഷേ ആ രംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ തിയേറ്ററിൽ തളച്ചിട്ട ആ നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. കൂടുതൽ ഡെക്കറേഷനൊന്നും സിനിമയെക്കുറിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് പോയി കാണാം. പിന്നെ വല്ലപ്പോഴും സിനിമ കാണുന്നവർക്ക് ഏത് സിനിമ കാണണമെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് പോലെ കാണാം. ഏതായാലും ദൃശ്യം 3, ദൃശ്യം 1ഉം 2ഉം കൊണ്ട് അവസാനിപ്പിക്കുന്നിടത്ത് ദൃശ്യം 3 കൊണ്ടുവന്ന് പ്രേക്ഷകരെ മടുപ്പിക്കരുതായിരുന്നു. 4-ാം ഭാഗത്തിനുള്ള ശ്രമം ജിത്തു ജോസഫ് നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ആവശ്യമില്ല